തെന്മലപ്പുറം ഒരു ചെറിയ ഗ്രാമം. പച്ചയില പാളിയ നിലങ്ങൾ, പുഴയോരത്ത് പാടങ്ങൾ, ഇടയ്ക്കൊരു കുഞ്ഞു മഴയുടെ മണം. അവിടെയായിരുന്നു മാധവൻ എന്ന കർഷകനും മകൻ വിജയനും താമസിച്ചിരുന്നത്. മാധവൻ ഒരു സാധാരണ കർഷകനായിരുന്നു. വീടിന് മുന്നിൽ വലിയൊരു ആൽമരമുണ്ടായിരുന്നു. ആ മരത്തിന്റെ ചുവട്ടിൽ അദ്ദേഹം ഓരോ വൈകുന്നേരവും ഇരുന്ന് ചായ കുടിക്കുമായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഹോബി. ഒരു ദിവസം വിജയൻ അപ്പനോട് പറഞ്ഞു, അപ്പാ, എനിക്ക് നഗരത്തിലേക്ക് പോകണം, വലിയ ജോലികൾ ചെയ്യണം, പണം സമ്പാദിക്കണം. മാധവൻ ശാന്തമായി ചിരിച്ചു. മകാനെ, പണം നല്ലതാണ്, പക്ഷെ ഇതാണ് നമ്മുടെ മണ്ണ്. ഈ മണ്ണിനാണ് നിന്റെ വേരുകൾ. വിജയൻ തലകുനിച്ചു. പക്ഷേ മനസ്സ് നഗരത്തിലേക്ക് പോകാൻ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. വിജയൻ നഗരത്തിലെത്തി. ആദ്യം എല്ലാം പുതുമയായിരുന്നു. വിളക്കുകൾ, കെട്ടിടങ്ങൾ, പണിയെടുക്കുന്ന ആളുകൾ. ചില ദിവസങ്ങൾക്കുള്ളിൽ ജീവിതത്തിന്റെ കടുപ്പം മനസ്സിലായി. ചെറിയ ജോലിയിൽ വലിയ പ്രയാസം, വാടക, ഭക്ഷണം, ഉറക്കം, എല്ലാം കഷ്ടം. എന്നിട്ടും അയാൾ അപ്പന് കത്തുകൾ അയക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ദിവസങ്ങൾ കടന്നുപോയി. കത്തുകൾ കുറയുകയും വിളികൾ നിലയ്ക്കുകയും ചെയ്തു. പെട്ടെന്ന് ഗ്രാമത്തിൽ അതികഠിനമായ വരൾച്ചയുണ്ടായി. പാടങ്ങൾ ഉണങ്ങി, കിണറുകൾ ശൂന്യമായി, ആൽമരത്തിന്റെ ഇലകൾ വീഴാൻ തുടങ്ങി. മാധവൻ രോഗിയായി. അയാൾ ഓരോ ദിവസവും ആൽമരത്തിന്റെ ചുവട്ടിൽ ഇരുന്ന് പറയും, എൻ്റെ വിജയൻ വരും, ഈ ആൽമരം വീണ്ടും പച്ചയായി മാറും. ഒരു ദിവസം അയാൾ എഴുതി വെച്ചു, മകനെ, ആൽമരം ഇപ്പോഴും നിന്നെ കാത്തിരിക്കുന്നു. ആഴ്ചകൾ കഴിഞ്ഞ് വിജയൻ ഗ്രാമത്തിലെത്തി. കയ്യിൽ വലിയ ബാഗ്, മനസ്സിൽ സ്വപ്നങ്ങൾ. പക്ഷേ വീട് ശൂന്യം. അയൽവാസികൾ പറഞ്ഞു, മാധവൻ മാസ്റ്റർ പോയി മകാനെ, ആൽമരത്തിന്റെ ചോട്ടിലാണ് അവസാന ശ്വാസം. വിജയൻ ഓടി ആൽമരത്തിനരികിലേക്ക് എത്തി. പെട്ടെന്നൊരു തണുത്ത കാറ്റ് വീശി. മരത്തിൽ നിന്ന് ഒരു പച്ചയില താഴേക്ക് അയാളെ സ്പർശിച്ച് കടന്നുപോയി. അന്നു മുതൽ വിജയൻ ഗ്രാമം വിട്ടിട്ടില്ല. അപ്പൻ്റെ പാടങ്ങൾ പുനർജീവിപ്പിച്ചു. ആൽമരത്തിൻ്റെ ചോട്ടിൽ ചെറിയൊരു വീടുണ്ടാക്കി. എല്ലാ ദിവസവും രാവിലെ അയാൾ മരത്തിനരികിലിരുന്ന് ചായ കുടിക്കുമ്പോൾ പറയുമായിരുന്നു, നമ്മുടെ വേരുകളെ മറന്നാൽ ജീവിതം ശൂന്യമാണ്. സ്വന്തം മണ്ണാണ് മനുഷ്യൻ്റെ യഥാർത്ഥ സ്വർണം.